വയനാട് പഞ്ചാരക്കുലിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന വയനാട് ഡിഎഫ്ഒയെ തടഞ്ഞ് പോലീസ്. ഇന്നത്തെ നടപടികൾ ഡിഎഫ്ഒ മാർട്ടിൻ ലോബൽ വിശദീകരിക്കുന്നതിനിടയിലാണ് മാനന്തവാടി എസ്എച്ച്ഒ ടി.എ. അഗസ്റ്റിൻ കടന്നുവന്ന് സംസാരം തടസ്സപ്പെടുത്തിയത്. പിന്നീട് ഡിഎഫ്ഒയെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും പിടിച്ചുമാറ്റി. ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള 20 മീറ്റർ വീതിയിൽ അടിക്കാടുകൾ വെട്ടി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ റെഗുലർ പെട്രോളിംഗ് സംവിധാനം ഉണ്ടാവും. ഇവിടെ ഒരു ലൈവും ഇല്ല, എല്ലാ ഗേറ്റിന് പുറത്താണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പറയായിരുന്നു, ഇപ്പോഴല്ല പറയേണ്ടത്. മാനന്തവാടി എസ്എച്ച്ഒ ടി.എ. അഗസ്റ്റിനാണ് ഈ തറ ഷോ അവിടെ കാണിച്ചത്. നമുക്കറിയാം, പോസ്റ്റിൽ എത്രയോ വലിയ ആളാണ് അവിടുത്തെ ഡിഎഫ്ഒ എന്നുള്ളത്. എസ്എച്ച്ഒയെക്കാളും ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾ കൂടിയാണ്. അദ്ദേഹത്തെ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ കടന്നു വന്ന് പിടിച്ചു മാറ്റുക, സംസാരം തടസ്സപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അത് ഒരു ഉദ്യോഗസ്ഥന്റെ അധികാരത്തിന്റെ പരിധി കടന്നാണ്. തറ ഷോ എന്നല്ലാതെ അതിനെ വിശേഷിപ്പിക്കാനും സാധിക്കില്ല. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും അല്പസമയത്ത്. എം.എസ്. അനീഷ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. അനീഷ്, ഈ എസ്എച്ച്ഒയ്ക്കുള്ള പ്രകോപനം എന്തായിരുന്നു? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ട്. ഇതിനിടയിൽ ഇങ്ങനെ എസ്എച്ച്ഒ കടന്നു വന്ന് ഇത്തരത്തിലൊരു ഷോ കാണിക്കുക എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? രഞ്ജിത്ത്, തികച്ചും അനുചിതമായ ഒരു പെരുമാറ്റം എന്ന് മാത്രമേ നമുക്കതിനെ പറയാൻ കഴിയൂ. കാരണം ഈ വനംവകുപ്പ് കുറച്ചധികം ദിവസങ്ങളായി ഈ ദൌത്യങ്ങൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് എവിടെയാണെങ്കിലും, ഈ വേലൂർ മക്കനെയാണെങ്കിലും തണ്ണീർക്കൊമ്പനാണെങ്കിലും ഇനി പുൽപ്പള്ളിയിലെ കടുവയാണെങ്കിലും ഒക്കെ ഈ മിഷൻ നടക്കുമ്പോൾ അതത് ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. പ്രത്യേകിച്ചും മാധ്യമങ്ങളോട് പറയുന്നതിലുപരി ഇത് ജനങ്ങളോട് ഉള്ള നിർദ്ദേശങ്ങൾ, ജനങ്ങൾ ഏത് രീതിയിൽ ഇതിനോട് സഹകരിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് തങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ വിശദീകരിക്കുമ്പോൾ ജനങ്ങൾക്കും ഒരു ആത്മവിശ്വാസം അവരിൽ അത് രൂപപ്പെടും. കാരണം അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വനംവകുപ്പ് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത വരും. പക്ഷേ ഇന്ന് അത്തരത്തിൽ ഡിഎഫ്ഒ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒരുങ്ങവെയാണ് അദ്ദേഹത്തെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുകയും ഇവിടെ ലൈവൊന്നും പറ്റില്ല എന്ന് അറിയിക്കുകയും ചെയ്ത് അതിനുശേഷം കുറച്ചു നേരത്തേക്ക് ഈ ഗേറ്റ്, പ്രിയദർശിനി എസ്റ്റേറ്റിലേക്കുള്ള ഗേറ്റ് അടച്ചിടുകയും മാധ്യമങ്ങളെ അടക്കം പ്രവേശിപ്പിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇവിടെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോവുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഭഗീരഥ പ്രയത്നമാണ് ഈ കടുവയെ പിടിക്കാനായി നടത്തുന്നത്. നമുക്കറിയാം, പല ഇടങ്ങളിലും നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം നിൽക്കാറുള്ളതാണ്. അവരുടെ ദൌത്യങ്ങളൊക്കെ കവർ ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഒരിടത്തും ഇത്തരമൊരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല. ഡിഎഫ്ഒ എന്നത് ഒരു IFS ഉദ്യോഗസ്ഥനാണ്, ഉന്നത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ആ ഉദ്യോഗസ്ഥനെയാണ് പിടിച്ചു മാറ്റി ഇവിടെ ലൈവൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം, ഇവിടെ വലിയ പ്രതിഷേധമായിരുന്നു ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതും നിസ്സാരമായ കാര്യങ്ങൾ ഒരുപക്ഷെ കളക്ടറോ സബ് കളക്ടറോ എത്തി ജനങ്ങളോടൊന്ന് ആശയവിനിമയം നടത്തിയാൽ മാത്രം തീരുന്ന പ്രശ്നങ്ങളാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് അവരുടെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായില്ല. അവർ കാര്യമായ ജനങ്ങളെ വകവച്ചില്ല. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം ജനങ്ങൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് പക്ഷേ അവർ പ്രതിഷേധമൊന്നുമില്ല, പൂർണ്ണമായും വനംവകുപ്പിനോടും പോലീസിനോടും ഒക്കെ സഹകരിച്ച് നിൽക്കുന്ന സാഹചര്യം. ഇല്ല, നിങ്ങളൊക്കെ പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ പോലീസ് അനാവശ്യമായ നിയന്ത്രണങ്ങൾ മാധ്യമങ്ങൾക്കൊക്കെ ഇന്ന് അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് രാവിലെ മുതൽ കാണുന്നത്. ഇത് എന്തിന്റെ കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ രീതിയിലുള്ള സമരപരിപാടികൾ ഈ പ്രദേശത്ത് നടന്നതാണ്. ആ സമയത്തൊന്നും കാണാത്ത ഒരു നിയന്ത്രണങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ കാണുന്നത്. മാധ്യമങ്ങളെ മാറ്റുന്നു, നിലവിൽ ബേസ് ക്യാമ്പിന്റെ അടുത്ത് നിന്ന് മാധ്യമങ്ങളോട് പുറത്തേക്ക് പോകണമെന്ന് പറയുന്നു. അതോടൊപ്പം ജനങ്ങളെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പ്രവേശിപ്പിക്കാതിരിക്കുന്നു. എന്തോ ഒരു കാര്യങ്ങൾ, പ്രത്യേക കാര്യങ്ങൾ മറക്കാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഈ വിഷയങ്ങൾ എത്തിപ്പെടരുത് എന്ന് ആർക്കൊക്കെയോ നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെയാണ് ഈ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് മനസ്സിലാവുന്നത് ഇത് വനം മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ് പഞ്ചാരക്കുലിയിൽ നടക്കുന്നതെന്നാണ്.
എന്നാണ്. ആ പഞ്ചാരക്കൊല്ലിയിൽ നടക്കുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഈ പ്രദേശത്തെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിലാണുള്ളത്. ജനങ്ങളാണ് സമരം ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചിട്ടോ ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചിട്ടോ ഇവിടെ ആരും സമരം നടത്തിയിട്ടില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബിളിൽ ഒരു സമരം നടക്കുന്നില്ല, ജനകീയ സമരം മാത്രമാണ് നടക്കുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഇത് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായ സമരമാണെന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ഈ ഭീതി, ഏറ്റവും കൂടുതൽ ഈ ഒരു ഭീതിയിൽ ജീവിക്കുന്ന ജനങ്ങളെ കൃത്യമായിട്ട് അവഹേളിക്കുന്ന ഒരു നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന മന്ത്രി പിൻവലിക്കാതെ ഈ പ്രദേശത്തേക്ക് മന്ത്രി വരികയാണെങ്കിൽ അദ്ദേഹത്തെ തടയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, തടഞ്ഞിരിക്കും. അദ്ദേഹം ഇന്ന് വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതെ, ഇന്ന് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം വന്നാൽ തടഞ്ഞിരിക്കും. ഈ പ്രസ്താവന അദ്ദേഹം ഈ പ്രദേശത്തുള്ള ജനങ്ങളെ അവഹേളിച്ചുകൊണ്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാതെ ഈ പ്രദേശത്തേക്ക് അദ്ദേഹത്തെ കാലുത്താൻ അനുവദിക്കില്ല. ഈ DFO ആണെങ്കിലും രാവിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. നിങ്ങളൊക്കെ ടെലിവിഷനിൽ കൂടാണ് പലപ്പോഴും നാട്ടുകാർ കാര്യങ്ങൾ അറിയുന്നത്. പക്ഷേ ഈ DFO വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മാനന്തവാടി SHO തടയുന്നത്. ഇതൊക്കെ ഇത്തരം നടപടികളുടെ ഭാഗമാണെന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും. കാരണം അത് കൃത്യമായിട്ട് ഇവിടെ പോലീസിന് നിർദ്ദേശം കൊടുത്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്ത് അറിയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം എന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്തതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ DFOയെ പോലെ ഒരു IFS ഉദ്യോഗസ്ഥനെ ഒരു SHO തടയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അദ്ദേഹത്തിന്റെ എത്രയോ റാങ്കിന് മുകളിലുള്ള ഒരു ഓഫീസറാണ് ഒരു IFS ഓഫീസർ, DFO എന്ന് പറയുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്ന് നടക്കാൻ പോകുന്ന ആക്ഷനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളിലാണ് ഇവിടെ പൊതുസമൂഹം ഈ വിവരം അറിയുന്നതും അവർക്ക് ഒരു ആശ്വാസം വരുന്നതും ആ ഒരു വാക്കിലൂടെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പൊതുസമൂഹം മനസ്സിലാക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ്. അത്തരം കാര്യങ്ങളെ പോലും തടയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു കാര്യങ്ങളും പുറത്തറിയരുത് എന്ന് നിർബന്ധ ബുദ്ധി ആർക്കൊക്കെ ഉള്ളതുപോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പോലീസ് അനാവശ്യമായ നിയന്ത്രണങ്ങൾ അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതിന്റെ ശരിക്കുള്ള സത്യാവസ്ഥ നമുക്ക് അറിയില്ല. പിന്നെ മന്ത്രി ഇന്നലെ ഇത്രയും നല്ല ഒരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് ഇരുന്നിട്ട് ആള് ഒരു ഫാഷൻ ഷോ പരിപാടിയിൽ പാട്ടും ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പൊ അയാൾ ഇത്രയൊരു MS സനീഷ് കുമാറാണ് അവിടെ നാട്ടുകാർക്കൊപ്പം ചേർന്നത്. വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. ഒന്നാമത് ഈ നരഭോജി കടുവയെ പിടിച്ചില്ല, അതിനൊപ്പമാണ് DFO അവിടെ വലിയ ഷോയെ കാണിച്ചത്. മന്ത്രിയുടെ പ്രസ്താവനയും നാട്ടുകാരെ വലിയ തോതിൽ എതിരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക്